ഈ അരീക്കോടിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ സുന്ദരമായ ഒരു സായാഹ്നമാണ് ഈ കേരള യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള യാത്രയുടെ നായകനെ കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കാൻ പതിനായിരങ്ങളാണ് ഈ അരീക്കോട് അങ്ങാടിയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ ജാഥ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ജാഥ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ പ്രവാഹമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം 2012 ഇതുപോലെ AP ഉസ്താദ് കാസർഗോഡ് നിന്ന് ഒരു ജാഥ ആരംഭിച്ച് ആ ജാഥ ഈ കേരളത്തിൽ മലപ്പുറത്തുകൂടെ മലബാറിലൂടെ കേരളത്തിലൂടെ പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്ത് ആ ജാഥ സമാപിച്ചപ്പോൾ വലിയ ഒരു സാമൂഹിക പരിവർത്തനം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ആ കേരള യാത്രയ്ക്ക് കഴിഞ്ഞിരുന്നു. കലാപത്തിന്റെയും കാലുഷ്യത്തിന്റെയും അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും വാർത്തകൾ പുറത്തു വന്ന ആ കലുഷിതമായ കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ മാലാഖയായി ഒരു വെള്ളരിപ്രാവിനെ പോലെ പ്രിയപ്പെട്ട ഉസ്താദ് നടത്തിയ യാത്ര വലിയ ഒരു മാറ്റം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രിയപ്പെട്ട ഉസ്താദ് നയിക്കുന്ന ഈ രണ്ടാമത്തെ യാത്ര തീർച്ചയായും മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജാഥ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് ജനുവരി മാസം 1-ാം തീയതി ആരംഭിച്ച ഈ ജാഥ കന്നഡയും കൈരളിയും കൈകോർത്ത് പിടിക്കുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂരിന്റെ മണ്ണിനെ കീഴടക്കി കുഞ്ഞാലി മരക്കാരുടെ വീരസ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിലൂടെ കടന്നുവന്ന് പഴശ്ശിയുടെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വയനാടിൻ മനസ്സിനെ കീഴടക്കി മഞ്ഞ് പെയ്യുന്ന നീലഗിരി താഴ്വരകളെ കീഴടക്കി ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ ഗന്ധവും മൈലാഞ്ചിയുടെ സുഗന്ധവും പേറുന്ന നമ്മുടെ ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഈ ജാഥ കടന്നുവന്ന് ഇനി ഈ ജാഥ 16-ാം തീയതി പുത്തരിക്കണ്ടത്ത് സമാപിക്കുമ്പോ ഇത് കേരള യാത്ര ഒരു ജൈത്ര യാത്രയായി മാറും. ഇതൊരു പരിവർത്തന യാത്രയായി മാറും. ഇത് കേരളത്തെ മോചിപ്പിക്കുന്ന വലിയ മാറ്റം കൊണ്ടുവരുന്ന മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീർത്ഥയാത്രയായി ഈ യാത്ര മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇന്ന് കേരളത്തിൽ ജാഥ നയിക്കാൻ ഏറ്റവും അർഹതയുള്ളത്, ആർജവമുള്ളത് പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനാണ്. എല്ലാ കാലത്തും മനുഷ്യരെ ചേർത്ത് പിടിച്ച മഹാപ്രവാചകനാണ് അദ്ദേഹം. കശ്മീരിന്റെ താഴ്വരയിൽ അനാഥ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആ കശ്മീരിൽ നിന്ന് അദ്ദേഹം ആരംഭിച്ച ആ മനുഷ്യത്വത്തിന്റെ മഹാപ്രയാണം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു. നമ്മുടെ ജില്ലയിൽ ഈ കിഴക്കൻ ഏർനാടിൽ കവളപ്പാറയിൽ 59